കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. നമ്മളിവിടെ നോക്കുന്നത് ഇഗ്നോ ഫോക്കസ് വീഡിയോ ആണ്. MMPC 002 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, MBAയിലെ ഫസ്റ്റ് സെമ്മിന്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഇഗ്നോ ഫോക്കസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പം പൂർവ്വകാല ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പൊ ഇതിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഈ ഒരു PYQ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ സിലബസ് 2 ഇയർ കവർ ചെയ്യുന്നുണ്ട് ഇവിടെ. അതേപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അതിനെയൊക്കെ ഒന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചേഞ്ച് വരുന്ന ട്രെൻഡ്സും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു PYQ അനാലിസിസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു PYQയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. December 21 തൊട്ട് December 23 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു PYQ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു PYQയിൽ സിലബസ് കവറേജ് മീൻസ് നമ്മളുടെ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന സബ്ജക്ട് എന്നൊരു കോഴ്സിൽ നമുക്ക് 4 ബ്ലോക്കാണ് പഠിക്കാനുള്ളത്. ആ 4 ബ്ലോക്കിലൂടെ നമുക്ക് ഒരു എൻറ്റയർ ഏതൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പോർഷൻസിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് HRM എന്ന് പറയുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്, എവല്യൂഷൻ എന്താണ്, അതിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് HR മാനേജർ. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1ൽ നമ്മൾ പഠിക്കുന്നതും. അതേപോലെ തന്നെ ഈ ബ്ലോക്ക് 1ന് നമുക്ക് നേരത്തെ എക്സാംസിൽ ചോദിച്ചിട്ടുള്ളതും ഇത്രയും കാര്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് 1ൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആസ് എ HRM എന്നത് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സ്കോപ്പ് എന്താണ്, അതേപോലെ തന്നെ എവല്യൂഷൻ ഓഫ് HRM എന്താണ്, അതുപോലെ തന്നെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്നതാണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ബ്ലോക്ക് 1ൽ നിന്ന്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 നോക്കുവാണെങ്കിൽ സോഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് എന്നാണ് ബ്ലോക്ക് 2ൽ നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, HRP എന്താണ്, ജോബ് അനാലിസിസ് എന്താണ്, റിക്രൂട്ട്മെന്റ് എന്താണ്, സെലക്ഷൻ പ്രോസസ് എന്താണ്. ബ്ലോക്ക് 2ൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. അത് നമ്മളുടെ December 21ലും അതേപോലെ തന്നെ June 22ലും ഈ പോർഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ബ്ലോക്ക് 3 ആണ്, പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നത് പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, അതേപോലെ അതിന്റെ പെർഫോമൻസ് അപ്രൈസലിന്റെ 2 മെത്തേഡ് ഉണ്ട്, ട്രഡീഷണലും മോഡേണും. അതിനെ പറ്റി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസലിന്റെ ആവശ്യകത എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, അതേപോലെ തന്നെ അതിന്റെ പ്രോസസ്സും നമുക്ക് ചോദിച്ചു കാണാറുണ്ട്. പിന്നെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്താണ്, ഇന്ത്യയിലെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളതും നമുക്ക് എക്സാംസിൽ ചോദിക്കാറുണ്ട്. അടുത്തത് ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 എംപ്ലോയർ എംപ്ലോയി റിലേഷൻ ആണ്. എംപ്ലോയർ എംപ്ലോയി റിലേഷനിൽ കൂടുതലായിട്ട് നമുക്ക് ചോദിച്ച് കാണുന്നത് ട്രേഡ് യൂണിയൻ മൂവ്മെന്റ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻ തിയറി ചോദിക്കാറുണ്ട്. അപ്പൊ ട്രേഡ് യൂണിയൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗ്രീവൻസസ് ഹാൻഡ്ലിങ്, അതേപോലെ തന്നെ ഡിസിപ്ലിൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡിസിപ്ലിൻ മാനേജ്മെന്റ്. നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് ഡിസിപ്ലിൻ മാനേജ്മെന്റിന്റെ ഒരു പ്രോസസ്സ് പോലെ കാണിക്കുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഡിസിപ്ലിൻ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. അതും നമുക്ക് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. എന്നാലും കൂടുതലായിട്ട് കാണുന്നത് ട്രേഡ് യൂണിയൻ എന്താണ്, ട്രേഡ് യൂണിയൻ മൂവ്മെന്റ്സ് എന്താണ്, അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻ തിയറീസും നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് വൈസ് അനാലിസിസ്.
ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. തേർഡ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റും. ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എംപ്ലോയർ എംപ്ലോയി റിലേഷനുമാണ്. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊരു കോഴ്സിനകത്ത് MMPC 2 കൂടുതലായിട്ടും ചോദിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും നമ്മളുടെ HRMന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് HRM, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ HR എന്നൊരു ഫീൽഡ് കൊണ്ട് ഒരു സ്ഥാപനത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഡെസിഗ്നേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊരു ചോദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ തന്നെ മിക്കവാറും ക്വസ്റ്റ്യൻ നമ്പർ 1 HR ബേസ് ചെയ്ത് ഫസ്റ്റ് 2 യൂണിറ്റിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് യൂഷ്വലി വരാറ്. അപ്പൊ അതൊരു ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണ്, വലിയൊരു എസ്സേ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, ഡെഫിനേഷൻ കൊടുക്കുന്നു, പോയിന്റ്സ് ഒക്കെ നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു, ദെൻ ആഫ്റ്റർ ദാറ്റ് ആ പോയിന്റിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ദെൻ അവസാനം അതിനെ കൺക്ലൂഡ് ചെയ്ത് എഴുതുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും HR ചോദിച്ച് കാണുന്നത്. അപ്പൊ ജൂൺ 2023 ചോദിച്ചൊരു ചോദ്യമാണ് ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്? ഡിസ്കസ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് HR മാനേജർ ആൻഡ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദം. ഇപ്പം നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നത് എന്താണ്, കൂടാതെ ഒരു HR മാനേജറുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ്, കൂടാതെ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാം. ഇതൊരു എന്താണ് ഒരു 3 കോൺസെപ്റ്റ്, 3 അല്ല ഒരു 4 കോൺസെപ്റ്റ് വരുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്ത് എഴുതാനുള്ള ഒരു വലിയൊരു എസ്സേ ആണ്, 20 മാർക്കിന്റെ എസ്സേ ആണ്. അങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് പൊതുവെ ചോദിക്കുന്നത്. പിന്നെ ഷോർട്ട് എസ്സേ അല്ലെ ഷോർട്ട് നോട്ട് ചോദിക്കും, 10 മാർക്കിന്റെ ഷോർട്ട് നോട്ട് ചോദിക്കും. അത് ചിലപ്പം ഏതെങ്കിലും ഒരു 4 ക്വസ്റ്റ്യൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ തന്നിട്ട് 4 എണ്ണം എഴുതാനോ, അല്ലെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ തന്നിട്ട് ഏതെങ്കിലും 2 എണ്ണോ 3 എണ്ണോ എഴുതാനായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. അത് യൂഷ്വലി വരുന്നത് സോഴ്സസ് ഓഫ് മാൻ പവർ, അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്താണ്, ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് HRD അല്ലെങ്കിൽ SHRM സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. പിന്നെ കേസ് സ്റ്റഡി നമുക്ക് കമ്പൽസറി ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ചോദിച്ചു വന്നതാണ്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന December 23 കേസ് സ്റ്റഡി ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കേസ് സ്റ്റഡി ചോദിക്കും, അല്ലെങ്കിൽ പ്രോബിലിറ്റി ആണ്, ചോദിക്കാം ചോദിക്കാതിരിക്കാം. പക്ഷെ എന്നാലും നമ്മളുടെ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോവുക, കേസ് സ്റ്റഡീസ് ഒന്ന് നമ്മളൊന്ന് റെഫർ ചെയ്തിട്ട് പോവുക. ഇപ്പൊ MBA തന്നെ മാനേജ്മെന്റ് എന്ന സബ്ജക്ട് MMPC 001 കമ്പൽസറി ആണ് കേസ് സ്റ്റഡി. അത്രയും ലെങ്തി ആയിട്ടുള്ള കേസ് സ്റ്റഡി ഒന്നും ഹ്യൂമൻ റിസോഴ്സിൽ ചോദിക്കാറില്ല. ഒരു 2 pages ഒക്കെ വരുന്ന, അല്ലെങ്കിൽ 2.5 page വരുന്ന രീതിയിലുള്ള ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ആയിരിക്കും യൂഷ്വലി ചോദിക്കുന്നത്. കേസ് സ്റ്റഡീസ് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ കേസ് സ്റ്റഡി നല്ല രീതിയിൽ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് നോക്കുക. അതിന് ബേസ് ചെയ്ത് നമ്മുടെ തിയറട്ടിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങളവിടെ. ഇപ്പം കേസ് സ്റ്റഡി നമുക്ക് ഈ December 23 ഒഴിച്ച് ബാക്കി ഇതിലൊക്കെ കേസ് സ്റ്റഡി നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാറ്റേൺ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എല്ലാ പോർഷൻസിൽ നിന്നും, അല്ലെങ്കിൽ നമുക്കൊരു HR-ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ ബ്ലോക്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 4 ബ്ലോക്കേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പം ആ 4 ബ്ലോക്കിൽ നിന്നും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ ഒരു ബ്ലോക്കും സ്കിപ്പ് ചെയ്തിട്ട് HR-ൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല ഈ ഒരു 5 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലാ പോർഷൻസിൽ നിന്നും ഒരു ബാലൻസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ്, കാരണം നിങ്ങൾ ഒരു HR മാനേജർ ആണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇതുപോലെ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ഒരു സർപ്ലസ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു എംപ്ലോയിയുടെ ഒഴിവ് വന്നിരിക്കുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നൊരു ഒഴിവാണ്. അപ്പൊ അതിനെ എങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഒരു പോർഷൻസ് എങ്ങനെ നിങ്ങൾ ഫില്ല് ചെയ്യും. അപ്പൊ നമ്മൾ എന്താണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. കാരണം കുറഞ്ഞ സമയം കൊണ്ട് ക്വാളിഫിക്കേഷൻ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനിയെ പറ്റി അറിയാവുന്ന ഒരാൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ചേക്കാം. പിന്നെ ചോദിക്കുന്നത് റിപ്പീറ്റഡ് ആണ്. നമ്മൾ പറയുവാണെങ്കിൽ എവല്യൂഷൻ ഓഫ് HRM എന്ന് പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പെർഫോമൻസ് അപ്രൈസൽ, അതേപോലെ കരിയർ ഡെവലപ്മെന്റ്, ട്രേഡ് യൂണിയൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നമ്മളൊരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 3-4 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന്റെ ഒരു പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ജോബ് അനാലിസിസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നും ഒന്നെങ്കിൽ ഒരു എസ്സേ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് ഷോർട്ട് എസ്സേയിൽ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് ഷോർട്ട് എസ്സേയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയാൻ റിപ്പീറ്റഡ് ആണ്, കമ്പൽസറി ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പോവേണ്ടതാണ്.
അടുത്തത് നമ്മളുടെ ഈ ഒരു ഇത്രയും ചെയ്തതിന്റെ ബേസിസിൽ ഒരു സമ്മറി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ തിയറിയാണ്, കംപ്ലീറ്റ്ലി തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാ ബ്ലോക്കിൽ നിന്നും നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. എന്നാലും ശരി, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്കൊരു കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്താനും നമുക്ക് ഈ ഒരു പേപ്പറിൽ സാധിക്കും. പിന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടായിരിക്കും ആൻസേഴ്സ് കൂടുതലായിട്ടും എഴുതേണ്ടി വരുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നത് പൊതുവേ നമുക്ക് കേസ് സ്റ്റഡിയിലാണ്, അല്ല എങ്കിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അടുത്തത് നമ്മൾ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിൽ നോക്കുമ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻ പേപ്പർ 4 ബ്ലോക്കാണ്. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ നോക്കുമ്പോൾ ഏറ്റവും തവണ ചോദിച്ചിട്ടുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏതാന്ന് നോക്കാം. ഡിസംബർ 21 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ ബ്ലോക്കിൽ നിന്നും ഒരേ ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഡിസംബർ 22 നമുക്ക് സെക്കൻഡ് ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് പോലും ഡിസംബർ 22 ചോദിച്ചിട്ടില്ല. അതേപോലെ ഡിസംബർ 23 നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത് ഫോർത്ത് ബ്ലോക്ക് ട്രേഡ് യൂണിയൻ, മീൻസ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻ എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ ഒക്കെ ഉൾപ്പെടുന്ന ലാസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ ജൂൺ 2022 നോക്കുവാണെങ്കിൽ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ യൂണിറ്റ് അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജൂൺ 23 അതേപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ബ്ലോക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നോക്കുമ്പോൾ എല്ലാ യൂണിറ്റിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കിൽ നിന്നും നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ബാലൻസ്ഡ് കവറേജ് എന്ന് പറയുന്നത്. പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ഓവർ മീൻസ് നമ്മളത് കഴിഞ്ഞ ഒരു 5 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എല്ലാ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ വർഷം ചില ബ്ലോക്കിൽ നിന്ന് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു എന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാ പരീക്ഷയിലും, ബാക്കി കഴിഞ്ഞ 4 പരീക്ഷയിലും എല്ലാ പോർഷൻസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഡയഗ്രത്തിന്റെ ഓവർവ്യൂ നമ്മൾ നോക്കുമ്പോൾ കീ ഫൈൻഡിങ് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്, ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ ബ്ലോക്ക് 1ഉം 3ഉം ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ബ്ലോക്ക് 3 ആയിട്ടുള്ള പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റും ആണ് ഹൈലി ഇമ്പോർട്ടന്റ്. ഈ 2 ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കാണുന്നത്. അടുത്തത് ബ്ലോക്ക് 2 ആയ സോഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സും അതേപോലെ തന്നെ ബ്ലോക്ക് 4 ആയ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ നിന്നും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്നാൽ കമ്പാരിറ്റീവ്ലി 1ഉം 3ഉം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം ബ്ലോക്ക് 1 ആൻഡ് 3 നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് മീൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ ശതമാനം, ഒരു ആവറേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ശതമാനം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ബ്ലോക്ക് 1ഉം 3ഉം ആണ്. 2ഉം 4ഉം നിന്ന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ ഒരു എന്തുമാത്രം അളവിൽ ഇപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 8 തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതിലൊരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് 1ൽ നിന്നും 3ൽ നിന്നുമാണ്. ബാക്കിയുള്ളത് മാത്രം നമുക്ക് 2ലും 4ൽ നിന്നും ചോദിക്കാറുള്ളൂ. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി ബ്ലോക്ക് എന്ന് പറയുന്നത് 1 ആൻഡ് 3 ആണ്, ലോ ഫ്രീക്വൻസി ബ്ലോക്ക് എന്ന് പറയുന്നത് 2ഉം 4ഉം ആണ്. പിന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പൊ ബ്ലോക്ക് 1ഉം അതേപോലെ തന്നെ 3ഉം നമ്മൾ എങ്ങനെയാണ് കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടി വരുന്നത് വെച്ചാൽ അതിൽ കീ ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞു. ഇപ്പം ബ്ലോക്ക് 1ൽ നോക്കുവാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്നും അതിന്റെ എവല്യൂഷൻ എന്താണെന്നും അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നും ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക. കാരണം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഇതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോയിന്റ് എന്ന് പറയുന്ന ബ്ലോക്ക് 1ൽ ഏതാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ എവല്യൂഷൻ എന്താണ്, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് സ്കോപ്പ് ഓഫ് എന്താണ് എച്ച് ആർ മാനേജർ എന്നുള്ളതാണ് ബ്ലോക്ക് 1ൽ നമ്മൾ നോക്കേണ്ടത്. ബ്ലോക്ക് 3ൽ നമ്മൾ നോക്കേണ്ടത് പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, അതിന്റെ മെത്തേഡ് എന്താണ്, അതിന്റെ പ്രോസസ് എന്താണ്, അതേപോലെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഓവറോൾ കോമ്പൻസേഷൻ പ്ലാൻ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 3ൽ നോക്കേണ്ടത്. അടുത്തത് ബാലൻസ്ഡ് കവറേജിംഗ് ആയിട്ടുള്ളതാണ് ബ്ലോക്ക് ബാലൻസ്ഡ് കവറേജ് പോർഷൻസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ബ്ലോക്ക് 1ലും 3ലും ചില എന്താണ് ക്രൂഷ്യൽ പാർട്ട് ഉണ്ട്. അപ്പം അത് നമ്മൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യൽ നമ്മളത് നോക്കുക. പിന്നെ ബ്ലോക്ക് 2ലെയും 4ലെയും നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി 2ഉം 4ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ നോക്കേണ്ടത് ബ്ലോക്ക് 1ഉം 3ഉം തന്നെയാണ്. അടുത്തത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്.
യൂണിറ്റ് വൈസ് വെയിറ്റേജ് നോക്കുമ്പോൾ എല്ലാ യൂണിറ്റിൽ നിന്നും നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ആ 5 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ എല്ലാ യൂണിറ്റിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ജൂൺ 23 നോക്കുവാണെങ്കിൽ മാത്രം നമുക്കൊരു വ്യത്യാസം കാണുന്നുണ്ട്. അതല്ലാതെ തന്നെ ബാക്കി എല്ലാ പരീക്ഷകളിലും ഒരു ഏകദേശം എല്ലാ യൂണിറ്റും അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കും ടച്ച് ചെയ്ത് പോകുന്ന രീതിയിലാണ് എക്സാം പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോൾ കീ ഒബ്സർവിംഗ് ഏരിയ എന്ന് നമ്മൾ നോക്കുന്നത് ഈ 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ കീ ഒബ്സർവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ യൂണിറ്റ് 1 സെക്കൻഡ് പോർഷനും അതേപോലെ യൂണിറ്റ് 1 സിക്സ്ത് പോർഷനും ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റ് 1 സെക്കൻഡ് പോർഷനും അതേപോലെ യൂണിറ്റ് 1 സിക്സ്ത് പോർഷനും നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് പോവേണ്ടതാണ്. അതർ യൂണിറ്റിലേക്ക് 1.3 അതേപോലെ 1.7 1.8 എന്ന് വെച്ചാൽ യൂണിറ്റ് 1 തേർഡ് പാർട്ട്, യൂണിറ്റ് 1 സെവൻത്ത്, യൂണിറ്റ് 1 8th പോർഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതേപോലെ ബ്ലോക്ക് 2 സോഴ്സസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സിൽ യൂണിറ്റ് 4 ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യൂണിറ്റ് 4ഉം യൂണിറ്റ് 6ഉം ആണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ ലെസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് അല്ല, എന്നാലും നമ്മൾ പഠിക്കണം. യൂണിറ്റ് 7 നമ്മൾ പഠിക്കണം. എന്നാലും ശരി, ഒക്കേഷണലി അതിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. യൂണിറ്റ് 4 ആണ് ബ്ലോക്ക് 2 ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 3 പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് യൂണിറ്റ് 8 ദെൻ യൂണിറ്റ് 8നും യൂണിറ്റ് 11 നിന്നുമാണ് നമുക്ക് പോർഷൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 എംപ്ലോയർ റിലേഷൻഷിപ്പിൽ നമുക്ക് യൂണിറ്റ് 13 സെക്കൻഡ് പാർട്ട്, അതുപോലെ 13 10th പോർഷനിൽ വരുന്ന നോട്ട്സ്, അതേപോലെ 12th 4th പോർഷനിൽ വരുന്ന നോട്ട്, അതേപോലെ യൂണിറ്റ് 12th 7th പോർഷൻസും, അതേപോലെ യൂണിറ്റ് 14 സെക്കൻഡ് പോർഷൻസും ആണ് കൂടുതലായിട്ട് നമുക്ക് ചോദിച്ച് കാണുന്നത്. പിന്നെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട യൂണിറ്റും അതിന്റെ പോയിന്റ്സും ഏതാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് 1 സെക്കൻഡ് പാർട്ടും, അതേപോലെ തന്നെ യൂണിറ്റ് 1 സിക്സ്ത് പോർഷനും, യൂണിറ്റ് 4 തേർഡും, യൂണിറ്റ് 4 സിക്സ്ത് പോർഷനും, അതേപോലെ യൂണിറ്റ് 8 തേർഡ് പാർട്ടും, അതേപോലെ തന്നെ യൂണിറ്റ് 13 സെക്കൻഡ് പോർഷൻസിൽ പറയുന്ന പോർഷൻസ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ ഇതൊരു വളരെ എളുപ്പത്തിൽ നമുക്ക് തരികയാണ്. ഒരു യൂണിറ്റിൽ രണ്ടാമത് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ രണ്ടാമത് പ്രതിപാദിക്കുന്നത് എന്താ, എവല്യൂഷൻ ഓഫ് HRM ആണ്. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ് 1 സിക്സ്ത് പോർഷനിൽ പറയുന്നത് എന്താണ്, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് HR മാനേജർ, അത് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പൊ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഫുള്ള് റെഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഓരോ പോർഷൻസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും വരത്തില്ല. ഈ ഒരു കാര്യം നമ്മൾ നോക്കുക. ഈ ഒരു PYQ അനാലിസിസ് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യൂണിറ്റ് 1 സെക്കൻഡ് പാർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ യൂണിറ്റ് 1 സിക്സ്ത് പോർഷനിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ പേജ് ഷഫിൾ ചെയ്യാനും നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് എന്താണ് എന്ന് കണ്ടെത്താനും വളരെയധികം എളുപ്പമായിരിക്കും. ലോ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇതുവരെ കഴിഞ്ഞ പരീക്ഷയിൽ നോക്കുമ്പോൾ ലോ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് 1 തേർഡ് പാർട്ടിൽ പറയുന്ന കാര്യങ്ങളും, അതേപോലെ യൂണിറ്റ് 7 സെക്കൻഡ് പാർട്ടിൽ പറയുന്ന കാര്യങ്ങളും, അതേപോലെ യൂണിറ്റ് 14 11th പാർട്ടിൽ പറയുന്ന കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ലെസ് ഫ്രീക്വൻസി ആയിട്ട് ഇത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ടത് ലാസ്റ്റ് ടൈം ലേണിംഗ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെ മാർക്ക് കൂടുതൽ നേടാം എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് യൂണിറ്റ് 1 സെക്കൻഡ് പാർട്ട്, യൂണിറ്റ് 2, അതേപോലെ യൂണിറ്റ് 1 സിക്സ്ത് പാർട്ട്, 4th യൂണിറ്റിലെ തേർഡ് പാർട്ട്, അതേപോലെ 4th യൂണിറ്റിലെ സിക്സ്ത് പാർട്ട്, 8th യൂണിറ്റിലെ തേർഡ് പോർഷൻസിൽ പറയുന്ന പാർട്ടും, അതുപോലെ 13th യൂണിറ്റിലെ സെക്കൻഡ് പാർട്ടും നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുകയാണെങ്കിൽ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഹൈ സ്കോർ നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു ലാസ്റ്റ് ടൈം ലേണിംഗ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പോർഷൻസ് നിങ്ങൾ മസ്റ്റായിട്ട് കവർ ചെയ്യുക. പിന്നെ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. അപ്പോൾ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനലൈസ് ചെയ്യുമ്പോൾ കാണിക്കുന്നതാണ് ഈ ഒരു പോർഷൻസ്. ഇതിൽ നമുക്ക് റെക്കറിംഗ് ആയിട്ട് ഒരു ടോപ്പിക്ക് ചോദിച്ചിട്ടുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് അങ്ങനെ വന്നിട്ടില്ല, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല.
എന്നാലും ശരി, ആ ഒരു ബ്ലോക്ക് ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ, ഒരു ബ്ലോക്കിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നത് കീ ഒബ്സർവിംഗ് ഏരിയ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അപ്പം ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നിന്ന് നമുക്കൊരു പൂർവ്വകാല ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാട്ട് ഈസ് HRM എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുക. അതാണ് യൂണിറ്റ് 1 സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്, ഫ്രീക്വന്റ്ലി ചോദിക്കുന്നതാണ്. മിക്കവാറും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, എന്താണ് HRM എന്ന്. അതേപോലെ സ്കോപ്പ് ഓഫ് HRM, അത് യൂണിറ്റ് 1 6th പോർഷനിൽ പറയുന്നതാണ്. അതിന്റെ നേച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, HRMന്റെ നേച്ചർ എന്താണ് എന്നുള്ളത് ഇത്രയും ബ്ലോക്ക് 1 നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാതെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കമ്പോണന്റ് ഓഫ് HRM 1.8 പറയുന്നതാണ്. അടുത്തത് ബ്ലോക്ക് 2 ആയ സോഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. സോഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള പാർട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് ചോദിക്കാറുണ്ട്. പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, HRP ആണ് ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്. അതേപോലെ തന്നെ പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ ജോബ് അനാലിസിസ് എന്താണെന്നും ജോബ് ഡിസൈൻ എന്താണെന്നും നമുക്ക് കാണുന്നുണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനും അതേപോലെ റിക്രൂട്ട്മെന്റും തമ്മിലുള്ള കമ്പാരിസണും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്തതാണ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ. അതിനെ ബേസ് ചെയ്തിട്ട് പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് സെപ്പറേഷൻ, അത് വളരെ അങ്ങനെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിട്ടില്ല. 1-2 എക്സാംസിൽ മാത്രമേ ഈ ഒരു ടോപ്പിക് കണ്ടിട്ടുള്ളൂ. പക്ഷേ റിക്രൂട്ട്മെന്റ് സെലക്ഷനും ഒക്കെ നമുക്ക് ഇപ്രാവശ്യത്തെ എക്സാംസിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. അടുത്തത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഒരു സ്ഥാപനത്തിൽ എന്തിനാണ് പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ ചെയ്യുന്നത്, അതേപോലെ പെർഫോമൻസ് അപ്രൈസലിന്റെ പ്രോസസ്സ് എന്താണ്, അതൊരു സൈക്ലിക് പ്രോസസ് ആണ്, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കോൺസെപ്റ്റ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് റെഗുലർലി ചോദിച്ചു വരുന്നതാണ്. പിന്നെ കോമ്പൻസേഷൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കോമ്പൻസേഷൻ പ്ലാൻ എന്താണ്, DNS അലവൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ സസഷൻ പ്ലാനിങ് നമുക്ക് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്, 2 എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്താണ് ബ്ലോക്ക് 4 ആണ്, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. അതിൽ നമുക്ക് ചോദിക്കുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ എന്താണ്, കംപ്ലൈന്റ് എന്താണ്, ഗ്രീവൻസസ് എന്താണ്, ഷോർട്ട് എസ്സേയിൽ ചോദിക്കാറുണ്ട് ഈ 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത്. പിന്നെ ഇൻഡിസിപ്ലിൻ എന്താണെന്നും, അതേപോലെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, കഴിഞ്ഞ എക്സാംസിൽ ഡിസംബറിലെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്താണ്. പിന്നെ കേസ് സ്റ്റഡീസ് നമുക്ക് കൂടുതലായിട്ടും ട്രേഡ് യൂണിയനെ ബേസ് ചെയ്തിട്ട് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിച്ച് കാണുന്നത്. അപ്പൊ കേസ് സ്റ്റഡി HR വരാറുള്ളത് ട്രേഡ് യൂണിയനെ ബേസ് ചെയ്ത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനെ ബേസ് ചെയ്തിട്ടുമാണ് കേസ് സ്റ്റഡി HR ചോദിക്കാറുള്ളത്. പിന്നെ നമുക്ക് ചോദിക്കുന്നത് ട്രേഡ് യൂണിയന്റെ ഡെഫിനിഷൻ എന്താണെന്നും ട്രേഡ് യൂണിയൻ ആക്ട് എന്തൊക്കെയാണെന്നും അല്ലെങ്കിൽ മൊമെന്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ ട്രേഡ് യൂണിയന്റെ തിയറിയും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ്സ് നോക്കുവാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു എക്സാമിന്റെ ട്രെൻഡ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വാട്ട് ഈസ് HRM എന്ന് നോക്കുക, ഒബ്ജക്റ്റീവ് ഓഫ് HRP നോക്കുക, ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസൽ നോക്കുക, ഡിസാറ്റിസ്ഫാക്ഷൻ കംപ്ലൈന്റ് ആൻഡ് ഗ്രീവൻസസ് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് നോക്കുക. അടുത്തത് പഠിക്കണം എന്നാൽ മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ, അതിൽ പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ, സെപ്പറേഷൻ, കോമ്പൻസേഷൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ, ട്രേഡ് യൂണിയൻ ആക്ട് 1926 എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കമ്പാരിറ്റീവ്ലി മറ്റേത് വെച്ച് നോക്കുമ്പോൾ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളതാണ്. ദെൻ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൈലി പ്രയോറിറ്റൈസ് ചെയ്തത്, അഗെയിൻ സെയിം കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ HRM എന്താണെന്ന് പഠിക്കുക, അതേപോലെ ഒബ്ജക്റ്റീവ് ഓഫ് HRP പഠിക്കുക, ഗോൾ ഓഫ് പെർഫോമൻസ് ഓഫ് അപ്രൈസൽ പഠിക്കുക, അതേപോലെ തന്നെ ഡിസാറ്റിസ്ഫാക്ഷൻ നോക്കുക, കംപ്ലൈന്റ് ഗ്രീവൻസസ് ഒക്കെ നമ്മൾ നോക്കുക. ത്രൂ ഔട്ട് പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അഗെയിൻ റിവൈസ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അടുത്തതാണ് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ. അപ്പോൾ നമ്മൾ മാർക്ക് നോക്കുമ്പോൾ ഓരോ ബ്ലോക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് ബ്ലോക്ക് 4 അതേപോലെ തന്നെ ബ്ലോക്ക് 2 നിന്നുമാണ്. മാർക്കിന്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പറിന്റെ ബേസിസിലല്ല, മാർക്കിന്റെ. കാരണം നമ്മൾ പറഞ്ഞു 40 മാർക്കിന്റെ കേസ് സ്റ്റഡി പൊതുവെ ചോദിക്കുന്നത് യൂണിറ്റിലെ ബ്ലോക്ക് 4 നിന്നാണ്. ഏറ്റവും 40 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ബ്ലോക്ക് 4 നിന്നാണ്.
അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഏറ്റവും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൂ കേസ് സ്റ്റഡീസ് കൂടുതലായിട്ടും വരുന്നത് റിക്രൂട്ട്മെന്റിൽ നിന്നും ട്രേഡ് യൂണിയനിൽ നിന്നും വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനിൽ നിന്നും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് ബേസിസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ബ്ലോക്ക് 2ഉം 4ഉം ആണ്. അപ്പോൾ ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഇവിടെ ഒരു യൂണിറ്റിന്റെ ബേസിസിലാണ് തന്നിരിക്കുന്നത്. അതിൽ ടോപ്പിക് ബേസ്ഡ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ആവറേജ് മാർക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് എവിടെ നിന്നാണ്? കേസ് സ്റ്റഡി നിന്നാണ്. കേസ് സ്റ്റഡി 40 മാർക്കിന്റെ കേസ് സ്റ്റഡി ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, കാരണം കേസ് സ്റ്റഡീസ് പൊതുവേ വരുന്നത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ഈ കണ്ട ഡയഗ്രത്തിന്റെ ബേസിസിൽ നമ്മൾ പറയുവാണെങ്കിൽ ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ബ്ലോക്ക് 1 എന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ബ്ലോക്ക് 3 പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റും ഹൈലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് തന്നെ പറയുന്നുണ്ട് മാർക്കിന്റെ ബേസിസിൽ നമ്മൾ നോക്കുമ്പോൾ. അതേപോലെ തന്നെ ബ്ലോക്ക് 2 സോഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സും അതേപോലെ തന്നെ ബ്ലോക്ക് 4 ആയിട്ടുള്ള എംപ്ലോയർ റിലേഷൻസിലും എന്താണ് മാർക്ക് ഓവറോൾ കവർ ചെയ്യുന്നുണ്ട്. എന്നാലും ക്വസ്റ്റ്യൻ നമ്പറും ഒക്കെ ക്വസ്റ്റ്യൻസിന്റെ ഒരു കൗണ്ട് ഒക്കെ നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും എന്നേ ഉള്ളൂ. പിന്നെ ടോട്ടൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് യൂണിറ്റ് 1, 4, 8, 13 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം വരുന്ന യൂണിറ്റുകളാണ് യൂണിറ്റ് 1 7th പോർഷനും യൂണിറ്റ് 5 5th പോർഷനും യൂണിറ്റ് 11 8th പോർഷനും എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറച്ചാണ് വരുന്നത് കാണുന്നത്. പിന്നെ ആവറേജ് മാർക്ക് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, ഡിസാറ്റിസ്ഫാക്ഷൻ, കംപ്ലൈന്റ് ആൻഡ് ഗ്രീവൻസസ് എന്ന് പറയുന്നതും നമുക്കൊരു ആവറേജ് മാർക്ക് ലെവൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത നമ്മൾ നോക്കുമ്പോൾ ഹൈലി പ്രയോറിറ്റൈസിങ് സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ബ്ലോക്ക് 1ഉം 3ഉം ആണ് ഹൈലി ഇമ്പോർട്ടന്റ്, ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ആദ്യമേ കവർ ചെയ്യാൻ മിസ്സാവാതെ നമ്മൾ നോക്കേണ്ട പോർഷൻസ് ആണ് ബ്ലോക്ക് 1ഉം 3ഉം എന്ന് പറയുന്നത്. അടുത്തത് കോംപ്രഹെൻസീവ് കവറേജ് ഏരിയ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ എന്താണ് HRM എന്താണ്, ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, ഡിസാറ്റിസ്ഫാക്ഷൻ, അതേപോലെ കംപ്ലൈന്റ് ഗ്രീവൻസസ് എന്ന് പറയുന്നതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. പിന്നെ ബാക്കി നമ്മൾ സെയിം നേരത്തെ പറഞ്ഞ അതേ ഏരിയ തന്നെയാണ് ടച്ച് ചെയ്തത്. പിന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിനെ നമ്മൾ എന്താണ് ഒരു പ്രൊഡിക്റ്റീവ് മാനറിൽ ഒന്ന് നോക്കുക. അപ്പൊ ചില ബ്ലോക്കിൽ നിന്ന് നമുക്ക് എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഏതാണ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പെർഫോമൻസ് അപ്രൈസലിൽ നിന്ന് നമുക്കിപ്പോ ചോദിച്ചിട്ടുണ്ടാവുക കഴിഞ്ഞ 2 വർഷം നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, എന്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്റെ ഗോൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, അതിന്റെ ഗോൾ എന്താണെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള എക്സാംസിൽ പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇനി അതിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്, ടൈപ്പാണ്. ഒരു മോഡേണും അതേപോലെ എന്താണ് ക്ലാസിക്കലും മോഡേണും നമുക്ക് മെത്തേഡ് ഉണ്ട്. ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം വരാൻ സാധ്യത. അങ്ങനെ ഒരു പ്രൊഡിക്റ്റീവ് മാനറിൽ നമ്മളൊന്ന് നോക്കി പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു പ്രൊഡിക്ഷന്റെ ബേസിസിൽ ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് HRM? യൂണിറ്റ് 1 സെക്കൻഡ് പാർട്ടിലുള്ളതാണ് HRM എന്ന് പറയുന്നത്. അടുത്തത് സ്കോപ്പ് ഓഫ് HRM എന്താണ്, അതേപോലെ തന്നെ ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസലിന്റെ പ്രോസസ്സ്, ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ദെൻ ആസ്പെക്ട്സ് ഓഫ് ജോബ് അനാലിസിസ്, ജോബ് ഡിസൈൻ, മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ടെസ്റ്റ് എന്താണ്, ഡിസാറ്റിസ്ഫാക്ഷൻ, കംപ്ലൈന്റ് ആൻഡ് ഗ്രീവൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് യൂണിറ്റ് 30 സെക്കൻഡ് പോർഷനിൽ പറയുന്നുണ്ട്. അതേപോലെ ഡിസിപ്ലിൻ എന്നാൽ എന്താണ്, എവല്യൂഷൻ ഓഫ് HRM എന്താണ്, സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് SHRM എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് അത് ചോദിച്ചിട്ടുള്ളതാണ്. AI in HRM എന്ന് ഒരു പോർഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് കേസ് സ്റ്റഡി പൊതുവെ ചോദിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ കേസ് സ്റ്റഡി നമുക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ യൂണിറ്റ് 12 7th പോർഷനിൽ നിങ്ങൾക്ക് കേസ് സ്റ്റഡി തന്നിട്ടുണ്ട്. പിന്നെ കരിയർ ഡെവലപ്മെന്റ് 2-3 പ്രാവശ്യമൊക്കെ കരിയർ ഡെവലപ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. സക്സഷൻ പ്ലാനിങ് കഴിഞ്ഞ December 23 ചോദിച്ചതാണ്. ദെൻ നേച്ചർ ഓഫ് HRM ചോദിച്ചിട്ടുണ്ട്. കമ്പോണൻസ് ഓഫ് HRM, കോൺസെപ്റ്റ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോമ്പൻസേഷൻ മാനേജ്മെന്റ്, കോമ്പൻസേഷൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ, അതേപോലെ ഡെഫിനേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ ആക്ട് 1926, അതേപോലെ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ, പ്രോസസ് ഓഫ് ഇന്റഗ്രേഷൻ, അതേപോലെ സെപ്പറേഷൻ. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ
മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ്. പക്ഷെ എന്നാലും നമ്മളൊന്ന് സജസ്റ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്മുടെ ജൂൺ 24 എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ വാട്ട് ഈസ് HRM എന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്കോപ്പ് ഓഫ് HRM നമുക്ക് ഈ വരുന്ന ജൂൺ 24 എക്സാംസിന് കാണും. അതേപോലെ ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ കംപ്ലൈന്റ് ആൻഡ് ഗ്രീവൻസസ്, എവല്യൂഷൻ ഓഫ് HRM, സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഇത്രയും ടോപ്പിക് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മളൊരു പ്രിഡിക്റ്റീവ് മാനറിൽ പറയുന്നത്. ഈ പ്രാവശ്യത്തെ ജൂൺ 24 എക്സാംസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ, അല്ലെങ്കിൽ ഫോക്കസ് പ്രിപ്പറേഷൻ ഹൈ ഫ്രീക്വൻസി ഈ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡിക്റ്റീവ് മാനറിൽ നമ്മൾ തന്നിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ച് തുടങ്ങിക്കൊള്ളുക. ഇപ്പൊ പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് റിവ്യൂ ചെയ്യുക. ഈ പറഞ്ഞിരിക്കുന്ന പോർഷനിൽ നിന്ന് നമുക്ക് പൂർവ്വകാല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തത് റെക്കറിങ് ടോപ്പിക്. ഇതിന് മുമ്പ് തന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊരു പ്രൊഡക്ഷൻ പറയണം. അപ്കമിങ് നമ്മുടെ ജൂൺ എക്സാംസിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. HRM എന്താണ്, സ്കോപ്പ് എന്താണ്, അതിന്റെ ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, ഒബ്ജക്റ്റീവ് ഓഫ് HRM എന്താണ്, അതേപോലെ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ കംപ്ലൈന്റ് ആൻഡ് ഗ്രീവൻസസ്, എവല്യൂഷൻ ഓഫ് HRM, സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് ഓഫ് HRP. ഇത്രയാണ് നമുക്ക് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ജൂൺ 24 വരാൻ സാധ്യതയുള്ളത്. അടുത്തത് ഒരു കോംപ്രഹെൻസീവ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. അത് ഒരു കീ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ് HRM എന്നുള്ളത് നമുക്ക് നോക്കണം. സ്കോപ്പ് ഓഫ് HRM, എവല്യൂഷൻ ഓഫ് HRM, സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അവിടെ എന്ന് പറഞ്ഞാൽ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. അത് എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ അതിന്റെ ഹിസ്റ്ററി, ഇപ്പം HRM എന്താണെന്നും അതിന്റെ എവല്യൂഷൻ ചോദിക്കുമ്പോഴും ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഓഫ് HRM ആണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത് ബ്ലോക്ക് 2 ആണ്, സോഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അവിടെ നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്, പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ്, 2 തരം മെത്തേഡ് ഉണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്. അതിനെപ്പറ്റി എഴുതണം. അടുത്തത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3യിൽ നമുക്ക് നോക്കേണ്ടത് പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. അവിടെ നമ്മൾ നോക്കുന്നത് ഗോൾ ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, അതേപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസലിന്റെ പ്രോസസ്, ആ ഒരു സൈക്ലിക് പ്രോസസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് കോമ്പൻസേഷൻ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അടുത്തത് 4th ബ്ലോക്കാണ്, എംപ്ലോയർ റിലേഷൻഷിപ്പ് ആണ്. അതിൽ ഹൈലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഡിസാറ്റിസ്ഫാക്ഷൻ കംപ്ലൈന്റ് ആൻഡ് ഗ്രീവൻസസ്. അടുത്തത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പോർഷൻ ആണ്. അവിടെ നമ്മൾ എന്താ ഡിസിപ്ലിൻ എങ്ങനെയാണ്, എന്താണ് അച്ചടക്കം, എങ്ങനെയാണ് ഒരു അച്ചടക്കം എങ്ങനെ ഉണ്ടായാൽ നമ്മൾ അതിനെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ അതിനെ റിട്രസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ജനറൽ ടിപ്പാണ്. ജനറൽ ടിപ്പിൽ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയുന്നത്. പാസ്റ്റ് എക്സാംസിൽ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അടുത്തത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. എങ്ങനെ ഓരോ പോയിന്റ്സും പെട്ടെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ചില പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാനായിട്ട് പോയിന്റ്സിന്റെ ഫസ്റ്റ് വേർഡ് വെച്ചിട്ട് നമ്മളൊരു വേർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുക. പിന്നെ എല്ലാത്തിന്റെയും ബേസ് ചെയ്തൊരു സമ്മറി നോട്ട്, ചെറിയൊരു ലഘു കുറിപ്പായിട്ട് കയ്യിൽ കരുതുക. പെട്ടെന്നൊന്ന് നോക്കാനായിട്ട് നമ്മുടെ ലാംഗ്വേജിലെ വാല്യൂ ആഡഡ് നോട്ട് പോലെ തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങൾ പഠിച്ച പോർഷൻസിനെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട്സും ടിപ്സും ഒക്കെ ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ ഏറ്റവും എളുപ്പം നല്ലതൊരു ഗ്രൂപ്പ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെയാണ്. അതിൽ നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഈസി ആയിട്ട് ഒരാൾക്ക് നമ്മൾ സ്വയം പഠിക്കുന്നത് പോലെയല്ല ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് നമ്മളുടെ എന്താണ് പ്രീവിയസ് PYQ അനാലിസിസിൽ പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ നോക്കുക. ഫസ്റ്റും തേർഡും ബ്ലോക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ബ്ലോക്കും തേർഡ് ബ്ലോക്കും കഴിഞ്ഞിട്ട് സെക്കൻഡും അതേപോലെ തന്നെ 4th ബ്ലോക്കും നോക്കുക. കേസ് സ്റ്റഡീസ് പൊതുവെ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷനെ ബേസ് ചെയ്തിട്ടും അതേപോലെ ട്രേഡ് യൂണിയനെ ബേസ് ചെയ്തിട്ടും ഇതിനെ നമുക്ക് റിക്രൂട്ട്മെന്റിനെ ബേസ് ചെയ്തൊക്കെ ആയിരിക്കും നമുക്ക് കേസ് സ്റ്റഡീസ് പൊതുവെ ചോദിച്ചു കാണുന്നത്. അപ്പൊ നല്ല രീതിയിൽ പ്രയോറിറ്റി ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക.
അടുത്തത് നമ്മൾ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇപ്പം June 24 എക്സാംസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. 3 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയിൽ നമുക്ക് ഈ എക്സാംസിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 70% ആണ്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ഇതിന് നമുക്ക് 2 സെഷനായിട്ടാണ്, സെക്ഷൻ എയും ബിയും ആയിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ രണ്ടിലെ നമ്മൾ എന്താണ് ഇക്വലി ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും 20 മാർക്ക് ഉണ്ട്. സെക്ഷൻ ബിയിലെ കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും 40 മാർക്ക്. അപ്പൊ 40 മാർക്ക് എന്ന് പറയുമ്പോൾ സെക്ഷൻ ബിയിൽ ചോദിക്കുന്നത് കേസ് സ്റ്റഡി ആയിരിക്കും. അപ്പൊ സെഷൻ എയിലെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടന്റ് ആൻഡ് സ്കോപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇലാബറേറ്റ് ദ റെലവൻസ് ഓഫ് HRM ഇൻ ദ കറന്റ് സിനാരിയോ. കറന്റ് സിനാരിയോയിൽ HRന്റെ റെലവൻസ് എന്താണ്? അപ്പോൾ ഇമ്പോർട്ടൻസും കാര്യങ്ങളുമാണ് നമ്മൾ റോൾ ആൻഡ് സ്കോപ്പ് ഒക്കെയാണ് എഴുതേണ്ടത്. അടുത്ത ഡിസ്ക്രൈബ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, HRP എന്താണ്, അതിന്റെ പ്രോസസ് എന്താണ്, യൂസ് അപ്രോപ്രിയേറ്റ് ഇല്ലുസ്ട്രേഷൻ ടു സപ്പോർട്ട് യുവർ ആൻസർ. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ ഗോൾ ആൻഡ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ, ഹൗ ഡസ് എഫക്റ്റീവ് പെർഫോമൻസ് അപ്രൈസൽ ബെനിഫിറ്റ് ആൻഡ് ഓർഗനൈസേഷൻ. ഫോർത്ത്, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് ദെയർ effectiveness, provide example, illustrate your answer. അടുത്തത് ഷോർട്ട് എസ്സേ ആണ്. ഒരു 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇനി 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടായിരിക്കും. 5 ക്വസ്റ്റ്യൻസിന്റെ ഏതെങ്കിലും 4 നമ്മൾ എഴുതാനാണ്. എവല്യൂഷൻ ഓഫ് HRM ഷോർട്ട് നോട്ട് എഴുതുക. സ്ട്രാറ്റജി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ HRM, ഇൻ ഡിസിപ്ലിൻ, അതേപോലെ തന്നെ കോമ്പൻസേഷൻ സ്ട്രക്ചർ ഇൻ ഇന്ത്യ, കരിയർ ഡെവലപ്മെന്റ്. ഈ ഒരു 6 ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും 4 നമ്മൾ എഴുതുക. സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആണ്, കേസ് സ്റ്റഡി ആണ്. അപ്പൊ കേസ് സ്റ്റഡി ചോദിച്ചിരിക്കുന്നത് ആദിത്യ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തെ പറ്റിയാണ് കേസ് സ്റ്റഡി നമുക്ക് ചോദിച്ചിരിക്കുന്നത്. കേസ് സ്റ്റഡി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വളരെ ചെറിയൊരു കേസ് സ്റ്റഡി ആയിരിക്കും HRന്റേത് വരുന്നത്. ആദിത്യ കമ്മ്യൂണിക്കേഷൻ ഇസ് എ മീഡിയ കമ്പനി ദാറ്റ് ഹാസ് ലോഞ്ച്ഡ് എൻ വെർണക്കുലർ ന്യൂസ് ചാനൽ ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പം ഇതൊരു എന്താണ് പെർഫോമൻസ് അപ്രൈസ് അല്ലെ, പെർഫോമൻസ് മാനേജ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കേസ് സ്റ്റഡി എന്ന് തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലഘു കേസ് സ്റ്റഡി ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടേതായ ഒരു അനാലിസിസ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് ഹാസ് ബീൻ അച്ചീവ്ഡ് ഇൻ ദ റിവ്യൂ പീരീഡ്. റിവ്യൂ പീരീഡിൽ എന്താണ് അവർ അച്ചീവ് ചെയ്തത്, ഹൗ ഡസ് ദീസ് അച്ചീവ്മെന്റ്സ് ഹാസ് ബീൻ അക്കംപ്ലിഷ്ഡ്, ഇത് എങ്ങനെ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൊരു കേസ് സ്റ്റഡി ഒക്കെ നമുക്ക് ചോദിക്കാറുള്ളൂ. ഈ ഒരു കേസ് സ്റ്റഡി വായിക്കുക. അതേപോലെ നിങ്ങളുടെ 12th യൂണിറ്റിൽ നിങ്ങൾക്കൊരു കേസ് സ്റ്റഡി തന്നിട്ടുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ, അതും നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവുക. കഴിഞ്ഞ December 23 ട്രെൻഡ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് കേസ് സ്റ്റഡി ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ പ്രാവശ്യം ചോദിക്കില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുമില്ല. അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കുക. മാനേജ്മെന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ HRലെ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അത്ര ലെങ്തി അല്ല. അതുകൊണ്ട് തന്നെ ഒരു 1.5 പേജൊക്കെ വരുന്ന രീതിയിലായിരിക്കും നമുക്ക് കേസ് സ്റ്റഡീസ് വരുന്നുണ്ടാവുക. അപ്പം ആ കേസ് സ്റ്റഡീസ് നിങ്ങൾ നല്ല രീതിയിൽ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേസ് സ്റ്റഡീസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒരു 2 കേസ് സ്റ്റഡി ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടേതായ പെർസ്പെക്റ്റീവിൽ നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടെത്തി നോക്കുക. ഓക്കെ, നല്ല രീതിയിൽ നിങ്ങളെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. എല്ലാ ബ്ലോക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും പെർഫോമൻസ് അപ്രൈസൽ, HRP ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്, അതേപോലെ എവല്യൂഷൻ ഓഫ് HRM എന്താണ്, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എവല്യൂഷൻ, അതേപോലെ പെർഫോമൻസ് അപ്രൈസൽ, അതിന്റെ മെത്തേഡ്, പ്രോസസ്സ്, ട്രേഡ് യൂണിയൻ മൂവ്മെന്റ്സ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, അതുപോലെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു വിജയം നേടാൻ സാധിക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616.
അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.